ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിനീസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പം അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് വട്ടത്തിൽ കട്ട് ചെയ്ത് ഒന്ന് നന്നായി കഴുകി വാരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അതിലേക്ക് സ്വല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നമ്മളെ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് ഈ വഴുതനങ്ങയിലൊന്ന് പിടിച്ചു വരാൻ വേണ്ടിയിട്ട് സ്വല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ടൊന്ന് മിക്സായി വെച്ചതിന് ഒരു 10 മിനിറ്റ് നമ്മൾ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ലൈക്ക് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഒന്ന് ആ ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുക. ഈ ഒരൊറ്റ ചമ്മന്തി ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് തീരുന്നത് അറിയില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും. വേറെ കറികളൊന്നും വേണ്ട ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം. നമ്മളൊരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലൊരു പാൻ സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ വഴുതനങ്ങേനെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. അപ്പം നമ്മളെ വഴുതനങ്ങയെല്ലാം ഇതുപോലെ എടുത്ത് വെച്ച് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് നമ്മളതിനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒന്ന് നന്നായി ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. പിന്നീട് നമുക്ക് ഒരു കടായി സ്റ്റൗവിലേക്ക് വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവോള കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കുക. ഈ സവോളനെ ഒന്ന് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിലേക്ക് നമ്മൾ ഒരു 5-8 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുക, സ്വല്പം കറിവേപ്പും കൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പ് കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അത് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു സ്വല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. കാരണം ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്ത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ ഇതിനൊന്ന് മിക്സ് ചെയ്യുക. പിന്നീട് നമ്മൾ തണുത്തതിന് ശേഷം ജാറിലേക്ക് മാറ്റി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ച വഴുതനങ്ങയും കൂടി അങ്ങ് ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടി കൈ വെച്ച് തന്നെ ഒന്ന് നന്നായിട്ട് ഉടച്ച് എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വഴുതനങ്ങയെല്ലാം നന്നായിട്ട് നമ്മളുടെ ആ അരപ്പിലേക്ക് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഉടച്ചുടച്ച് എടുക്കുക. അപ്പം വളരെയധികം ടേസ്റ്റിയാണ്. നമുക്ക് ഈ ഒരു ചമ്മന്തി മാത്രം മതി ചോറുണ്ണാൻ വേണ്ടിയിട്ട്. അപ്പം ഇതെല്ലാം ഒന്ന് നന്നായി ഉടച്ചെടുത്തതിന് ശേഷം നമ്മളതിനെ ഒരു ഉണ്ടയാക്കി ചോറിലേക്ക് ഇട്ട് കൊടുത്ത് സെർവ് ചെയ്ത് നമുക്ക് കഴിക്കാം. അപ്പം എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് തയ്യാറാക്കി നോക്കാനുള്ള പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം.